വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ബ്ലെൻഡിങ് അസിസ്റ്റൻറ്റ് ക്ലാസ്സിലെ പാർട്ട് 2 അറ്റൻഡൻറ്റ് ഓപ്പറേറ്ററിൽ വരുന്ന മൊഡ്യൂൾ 2 5 മാർക്സിൻ്റെ പോർഷനാണ്. അതിൽ മിക്സിംഗ് ഓപ്പറേഷനിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, മിക്സേഴ്സ് ഫോർ മിക്സിംഗ് സോളിഡ് ലിക്വിഡ്, സോളിഡ് ഗ്യാസ്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. Introduction to mixing operation. Mixing is a unit operation that combines two or more substances to achieve a uniform distribution of components. അപ്പോൾ മിക്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു യൂണിറ്റ് ഓപ്പറേഷനാണ്. അതിലെന്താ ചെയ്യുന്നത്? രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസുകളേനെ അതിലുള്ള കമ്പോണൻസിൻ്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവയെ ഈ സബ്സ്റ്റൻസുകളെ കമ്പൈൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷനാണ് മിക്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് മിക്സിംഗ് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു യൂണിഫോം കോമ്പോസിഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് മിക്സിംഗ് ചെയ്യുന്നത്. ദെൻ ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇൻക്രീസ്ഡ് റിയാക്ഷൻ റേറ്റ്സ്, ദെൻ എൻഹാൻസ്ഡ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മിക്സിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ബേസ്ഡ് ഓൺ ദ ഫേസസ് ബീയിങ് മിക്സ്ഡ്, അവിടെ മിക്സ് ചെയ്യപ്പെടുന്ന ആ ഒരു ഫേസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ വരുന്നതാണ് സോളിഡ് മിക്സേഴ്സ്, സോളിഡ് ലിക്വിഡ് മിക്സേഴ്സ്, സോളിഡ് ഗ്യാസ് മിക്സേഴ്സ്, ലിക്വിഡ് മിക്സേഴ്സ്, ഗ്യാസ് മിക്സേഴ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. സെക്കൻഡ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ മിക്സിംഗ് മെക്കാനിസം. അപ്പോൾ മിക്സിംഗ് മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെക്കാനിക്കൽ മിക്സേഴ്സ്. അതിൽ വരുന്നതാണ് ഇമ്പല്ലേഴ്സും പാഡൽസും. ദെൻ രണ്ടാമത്തെയാണ് ന്യൂമാറ്റിക് മിക്സേഴ്സ്. അതിൽ വരുന്നതാണ് എയർ ജെറ്റ്സ്. മൂന്നാമത്തെയാണ് ഹൈഡ്രോളിക് മിക്സേഴ്സ്. അതിൽ വരുന്നത് ലിക്വിഡ് ജെറ്റ്സ് ആണ്. ദെൻ നാലാമത് വരുന്നത് തെർമൽ മിക്സേഴ്സ് ആണ്. അതിൽ വരുന്നതാണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഒരു പോർഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെക്കാനിക്കൽ മിക്സേഴ്സിനെ പറ്റി പറഞ്ഞു. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇമ്പല്ലർ മിക്സേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ടാങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് അതുപോലെ തന്നെ ലിക്വിഡ് ടു ലിക്വിഡ് മിക്സിങ്. അപ്പോൾ ഇതിലൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി ഇത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ, ഫുഡ് ഇൻഡസ്ട്രി. ഇവിടെയൊക്കെയാണ് ഈ ഒരു ഇമ്പല്ലേഴ്സ് മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിബൺ മിക്സേഴ്സ് ആണ്. അപ്പോൾ റിബൺ മിക്സേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സോളിഡ് ടു സോളിഡ് അതുപോലെ തന്നെ സോളിഡ് ടു ലിക്വിഡ് മിക്സിങ്. അപ്പോൾ ഇതിലൊക്കെയാണ് റിബൺ മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് റിബൺ മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത്. പാഡൽ മിക്സേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സോളിഡ് ടു സോളിഡ് അതുപോലെ തന്നെ സോളിഡ് ടു ലിക്വിഡ് മിക്സിങ്ങിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫുഡ് ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഇത് ഈ ഒരു പാഡൽ മിക്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ പറയുന്നത് ആങ്കർ മിക്സേഴ്സ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് വിസ്കസ് ഫ്ലൂയിഡ് മിക്സിങ്ങിലൊക്കെയാണ് ഈ ഒരു ആങ്കർ മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫുഡ് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഈ ഇത്തരത്തിലുള്ള ആങ്കർ മിക്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെലിക്കൽ മിക്സേഴ്സ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതും വിസ്കസ് ലിക്വിഡ് മിക്സിങ്ങിൽ തന്നെയാണ്. ഇനി ഇത് ഫുഡ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ന്യൂമാറ്റിക് മിക്സേഴ്സ് ആണ്. ന്യൂമാറ്റിക് മിക്സേഴ്സിൽ വരുന്നത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് മിക്സേഴ്സ് ആണ് ഫസ്റ്റ് പറയുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ സോളിഡ് ഗ്യാസ് മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ് ന്യൂമാറ്റിക് മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രീസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ സെക്കൻഡ് വരുന്നതാണ് ന്യൂമാറ്റിക് കൺവേയിങ് മിക്സേഴ്സ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സോളിഡ് ടു ഗ്യാസ് മിക്സിങ്ങിലാണ് വരുന്നത്. ഇതിന് കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിലെല്ലാം ഈ ഒരു ന്യൂമാറ്റിക് കൺവേയിങ് മിക്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് എയർ ജെറ്റ് മിക്സേഴ്സ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സോളിഡ് ഗ്യാസ് മിക്സിങ്ങിൽ തന്നെയാണ്. പിന്നെ ഇത് കെമിക്കൽ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഇത്തരത്തിലുള്ള എയർ ജെറ്റ് മിക്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഹൈഡ്രോളിക് മിക്സേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് സ്റ്റാറ്റിക് മിക്സേഴ്സ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലിക്വിഡ് ടു ലിക്വിഡ് മിക്സിങ്ങിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്.
ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഫുഡ് ഇൻഡസ്ട്രീസ് ഇവിടങ്ങളിലെല്ലാം സ്റ്റാറ്റിക് മിക്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നതാണ് ജെറ്റ് മിക്സേഴ്സ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നതും ലിക്വിഡ് മിക്സിങ്ങിൽ തന്നെയാണ്. ഇനി അത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഫുഡ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തെർമൽ മിക്സേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇതിവിടെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചർ മിക്സേഴ്സ് ആണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ടെമ്പറേച്ചർ കൺട്രോളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ കൺട്രോളാണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഇത്തരത്തിലുള്ള മിക്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമതായി പറയുന്നത് തെർമൽ ബ്ലെൻഡേഴ്സ് ആണ്. ഇതും ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഫുഡ് ഇൻഡസ്ട്രീസിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്, തെർമൽ ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യലൈസ്ഡ് മിക്സേഴ്സ്. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് ഹൈ ഷിയർ മിക്സേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എമൽസിഫിക്കേഷൻ ആൻഡ് ഡിസ്പേർഷൻ, ഇത് രണ്ടുമാണ് ഇവിടെ വരുന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഹൈ ഷിയർ മിക്സേഴ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് മിക്സേഴ്സിൽ വരുന്ന രണ്ടാമത്തെയാണ് അൾട്രാസോണിക് മിക്സേഴ്സ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നാനോ പാർട്ടിക്കിൾ ഡിസ്പേർഷൻ, അവിടെയാണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത്. ഇതും കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് അൾട്രാസോണിക് മിക്സേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് വോർട്ടെക്സ് മിക്സേഴ്സ് ആണ്. അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ സോളിഡ് ലിക്വിഡ് മിക്സിങ്ങിലാണ് അത് വരുന്നത്. ഇതും കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ബൈ മിക്സിംഗ് റെജീം അല്ലെങ്കിൽ മിക്സിംഗ് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ലാമിനാർ മിക്സേഴ്സ്, അതായത് സ്ലോ മിക്സിങ്. ദെൻ ടർബുലൻറ്റ് മിക്സേഴ്സ്, ഫാസ്റ്റ് മിക്സിംഗ് ആണ്. ദെൻ ഇൻറ്റൻസീവ് മിക്സേഴ്സ്, ഹൈ ഷിയർ മിക്സിങ്സ്. ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ബൈ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രി വൈസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കെമിക്കൽ മിക്സേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽ മിക്സേഴ്സ്, ഫുഡ് മിക്സേഴ്സ്, ബയോടെക്നോളജി മിക്സേഴ്സ്, എൻവിറോൺമെൻറ്റൽ മിക്സേഴ്സ് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് മിക്സേഴ്സ് ഫോർ മിക്സിംഗ് സോളിഡ് ടു സോളിഡ്, സോളിഡ് ടു ലിക്വിഡ് ആൻഡ് സോളിഡ് ടു ഗ്യാസ്. സോളിഡ് മിക്സിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിനുള്ള മിക്സേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ടംബ്ലർ മിക്സേഴ്സ്, റിബൺ മിക്സേഴ്സ്, പാഡൽ മിക്സേഴ്സ്, കോൺ മിക്സേഴ്സ്, ഡ്രം മിക്സേഴ്സ്, റോട്ടറി മിക്സേഴ്സ്, പാൻ മിക്സേഴ്സ്, വി ബ്ലെൻഡേഴ്സ്. ഇതെല്ലാമാണ് സോളിഡ് മിക്സേഴ്സിൽ വരുന്നത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പൗഡർ മിക്സിങ് അല്ലെങ്കിൽ പൗഡർ ബ്ലെൻഡിങ്, ഗ്രാനുൾ മിക്സിങ്, ടാബ്ലറ്റ് കോട്ടിംഗ്, സെറാമിക് മിക്സിങ്, ഫാർമസ്യൂട്ടിക്കൽ ബ്ലെൻഡിങ്, ഇവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മിക്സേഴ്സിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. രണ്ടാമതായി പറയുന്നത് സോളിഡ് ലിക്വിഡ് മിക്സേഴ്സ് ആണ്. അതിൽ വരുന്നതാണ് അജിറ്റേറ്റഡ് ടാങ്ക്സ്, അതുപോലെ തന്നെ ഇംബെല്ലേഴ്സ് മിക്സേഴ്സ്, ആങ്കർ മിക്സേഴ്സ്, ഹെലിക്കൽ മിക്സേഴ്സ്, സ്റ്റാറ്റിക് മിക്സേഴ്സ്, ഇൻലൈൻ മിക്സേഴ്സ്, റീസർക്കുലേറ്റിംഗ് മിക്സേഴ്സ് ആൻഡ് ഹൈ ഷിയർ മിക്സേഴ്സ്. ഇതെല്ലാമാണ് സോളിഡ് ലിക്വിഡ് മിക്സേഴ്സിൽ വരുന്നത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്ലറി പ്രിപ്പറേഷൻ, സസ്പെൻഷൻ ഫോമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, കെമിക്കൽ റിയാക്ഷൻസ്, ഫുഡ് പ്രോസസ്സിങ്, ഇവിടങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മിക്സേഴ്സിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. മൂന്നാമതായി പറയുന്നത് സോളിഡ് ഗ്യാസ് മിക്സേഴ്സ് ആണ്. അപ്പോൾ അതിൽ വരുന്ന മിക്സേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് മിക്സേഴ്സ്, ന്യൂമാറ്റിക് കൺവേയിങ് മിക്സേഴ്സ്, എയർജെറ്റ് മിക്സേഴ്സ്, വൈബ്രേറ്ററി മിക്സേഴ്സ്, റോട്ടറി കിൻ മിക്സേഴ്സ്, പൾസ്ഡ് ഫ്ലോ മിക്സേഴ്സ്, സ്പൗട്ടഡ് ബെഡ് മിക്സേഴ്സ്, സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് മിക്സേഴ്സ്. ഇതെല്ലാമാണ് സോളിഡ് ഗ്യാസ് മിക്സേഴ്സിൽ വരുന്നത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ്രൈയിങ് ഓപ്പറേഷൻസ്, പൗഡർ കോട്ടിംഗ്, ഗ്യാസ് സോളിഡ് റിയാക്ഷൻസ്, കാറ്റലൈറ്റിക് റിയാക്ഷൻസ്. കീ ഫാക്ടേഴ്സ് ഇൻ മിക്സർ സെലക്ഷൻ. മിക്സർ സെലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന കീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. മിക്സിംഗ് ഇൻറ്റൻസിറ്റി, റെസിഡൻസ് ടൈം, ഷിയർ റേറ്റ്, എനർജി ഇൻപുട്ട്. ഫിഫ്ത്ത് വൺ പറയുന്നത് മെറ്റീരിയൽസ് ഓഫ് കൺസ്ട്രക്ഷൻ, മോയ്സ്ചർ സെൻസിറ്റിവിറ്റി, ടെമ്പറേച്ചർ കൺട്രോൾ ആൻഡ് സേഫ്റ്റി കൺസിഡറേഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കീ ഫാക്ടേഴ്സാണ് നമ്മൾ മിക്സർ സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. മിക്സിംഗ് ഓപ്പറേഷനിൽ വരുന്ന ട്രബിൾ ഷൂട്ടിംഗ് കോമൺ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഅഡിക്വേറ്റ് മിക്സിംഗ്, ഓവർ മിക്സിംഗ്, മെറ്റീരിയൽ ബിൽഡപ്പ്, എക്യുപ്മെൻറ്റ് വെയർ ആൻഡ് സേഫ്റ്റി കൺസേൺസ്, ക്ലോഗിങ്സ്, ലീക്കേജ്,
വൈബ്രേഷൻ. ഇതെല്ലാമാണ് ട്രബിൾ ഷൂട്ടിംഗ് കോമൺ ഇഷ്യൂസായിട്ട് വരുന്നത്. കേസ് സ്റ്റഡീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സോളിഡ് ടു സോളിഡ് മിക്സിംഗ് കേസ് സ്റ്റഡീസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ബ്ലെൻഡിങ് ആണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്സിംഗ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അതായത് API എന്ന് പറയുന്നത്, അതിന് നമുക്ക് ഷോർട്ടായിട്ട് API എന്ന് പറയാം. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിനെ നമ്മൾ എക്സിപിയൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിപിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. അതൊരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു മീഡിയം പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ ആക്റ്റീവ് സബ്സ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു മീഡിയം പോലെ പ്രവർത്തിക്കുന്നവയാണ് ഈ ഒരു എക്സിപിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഒരു എക്സിപിയൻസ് എന്ന് പറയുന്നത് തിങ്സ് ലൈക്ക് കളറിങ് ഏജൻറ്റോ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഫില്ലേഴ്സൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ബ്ലെൻഡിങ്ങിൽ. രണ്ടാമതായി പറയുന്നത് ഫുഡ് പൗഡർ ബ്ലെൻഡിങ് ആണ്, മിക്സിംഗ് സ്പൈസസ്, ഹെർബ് ആൻഡ് സീസണിങ്സ്. തേർഡ് വൺ സെറാമിക് മിക്സിംഗ് ആണ്, കമ്പൈനിങ് സെറാമിക് പൗഡേഴ്സ് ഫോർ ടൈൽ പ്രൊഡക്ഷൻ. അപ്പോൾ ടൈൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെറാമിക് പൗഡേഴ്സിനൊക്കെ കമ്പൈനിങ് ചെയ്യുന്നു. ദെൻ കോസ്മെറ്റിക് മാനുഫാക്ചറിങ്, മിക്സിംഗ് ഫേസ് പൗഡർ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് കോസ്മെറ്റിക് മാനുഫാക്ചറിങ്ങിൽ ചെയ്യുന്നത് ഫേസ് പൗഡർ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സോളിഡ് ലിക്വിഡ് മിക്സിംഗ് കേസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റത്തെയാണ് കെമിക്കൽ പ്രോസസ്സിങ്. കെമിക്കൽ പ്രോസസ്സിങ്ങിൽ എന്താ ചെയ്യുന്നത്, ഈ ഒരു പെയിൻറ്റ്, ഫസ്റ്റത്തെ പറയുന്നത് പെയിൻറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് എല്ലാം മിക്സ് ചെയ്യുന്നു. ദെൻ ഫുഡ് പ്രോസസ്സിങ്ങിൽ നോക്കുകയാണെങ്കിൽ മിക്സിംഗ് സോസസ്, ഡ്രസ്സിങ്സ് ആൻഡ് മാരിനേറ്റ്സ്. നെക്സ്റ്റ് പറയുന്നത് ബയോടെക്നോളജി. അപ്പോൾ മിക്സിംഗ് സെൽ കൾച്ചേഴ്സ് ഫോർ വാക്സിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെൽ കൾച്ചേഴ്സിനൊക്കെ മിക്സ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് എൻവറോൺമെൻറ്റൽ റെമഡിയേഷൻ ആണ്. അപ്പോൾ അതിൽ വരുന്നത് മിക്സിംഗ് കണ്ടാമിനൻസ് വിത്ത് ട്രീറ്റ്മെൻറ്റ് ഏജൻസ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഏജൻസുമായിട്ട് കണ്ടാമിനൻസിനെ മിക്സ് ചെയ്യുന്നു. സോളിഡ് ഗ്യാസ് മിക്സിംഗ് കേസ് സ്റ്റഡീസ്. അപ്പോൾ അതിൽ വരുന്നത് ഫസ്റ്റ് വൺ പൗഡർ കോട്ടിംഗ് ആണ്, മിക്സിംഗ് പൗഡർ വിത്ത് എയർ ഫോർ കോട്ടിംഗ് ആപ്ലിക്കേഷൻസ്. എന്താ ചെയ്യുന്നത്, ഈ ഒരു കോട്ടിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് എയറുമായിട്ട് പൗഡറിനെ മിക്സ് ചെയ്യുന്നു. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് ഡ്രൈയിങ് ഓപ്പറേഷൻസ് ആണ്, മിക്സിംഗ് വെറ്റ് സോളിഡ് വിത്ത് ഹോട്ട് എയർ ഫോർ ഡ്രൈയിങ്. മൂന്നാമതായി പറയുന്നത് ഗ്യാസ് സോളിഡ് റിയാക്ഷൻസ്. അവിടെ എന്താ ചെയ്യുന്നത്, മിക്സിംഗ് കാറ്റലിസ്റ്റ് വിത്ത് റിയാക്റ്റൻറ്റ് ഗ്യാസസ്. അപ്പോൾ റിയാക്റ്റൻറ്റ് ഗ്യാസസുമായിട്ട് ഈ കാറ്റലിസ്റ്റുകൾ തന്നെ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് എയർ പൊല്യൂഷൻ കൺട്രോൾ. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഏജൻസുമായിട്ട് ഈ പൊല്യൂട്ടൻസിനെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു കെമിക്കൽ പ്രോസസ്സിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മിക്സേഴ്സ് അജിറ്റേറ്റഡ് ടാങ്ക്സ്, അതുപോലെ തന്നെ ഇമ്പല്ലേഴ്സ്, മിക്സേഴ്സൊക്കെ ആയിരിക്കും. ദെൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലെൻഡേഴ്സും അതുപോലെ തന്നെ റിബൺ മിക്സേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഫുഡ് പ്രോസസ്സിങ്ങിലാണെങ്കിൽ സ്റ്റാറ്റിക് മിക്സേഴ്സ്, ഇൻലൈൻ മിക്സേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബയോടെക്നോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മിക്സേഴ്സ് ഹൈ ഷെയർ മിക്സേഴ്സും അതുപോലെ തന്നെ റീസർക്കുലേറ്റിംഗ് മിക്സേഴ്സും ആയിരിക്കും. ദെൻ അഞ്ചാമതായി പറയുന്നത് എൻവറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന മിക്സേഴ്സ് ഫ്ലൂയിഡൈസ്ഡ് ബഡ് മിക്സേഴ്സ്, ന്യൂമാറ്റിക് കൺവേ മിക്സേഴ്സൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആണ്. അപ്പം നമുക്ക് റിയൽ ലൈഫിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മിക്സിംഗ് സിമെൻറ്റ് ആൻഡ് അഗ്രിഗേറ്റ്സ് ഫോർ കോൺക്രീറ്റ് പ്രൊഡക്ഷൻ. ഇപ്പോൾ കോൺക്രീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സിമെൻറ്റും അതുപോലെ തന്നെ അഗ്രിഗേറ്റ്സും മിക്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് മിക്സിംഗ് കോഫി ബീൻസ് ഫോർ കൺസിസ്റ്റൻറ്റ് ഫ്ലേവർ. അപ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോഫി ബീൻസ് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ മിക്സിംഗ് കോസ്മെറ്റിക്സ് ഫോർ സ്കിൻ കെയർ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് കോസ്മെറ്റിക്സിനെ മിക്സ് ചെയ്യുന്നു. കമ്പൈനിങ് അനിമൽ ഫീഡ് ഇൻഗ്രീഡിയൻസ്. ദെൻ മിക്സിംഗ് അഡ്ഹസീവ് ഫോർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതെല്ലാം റിയൽ ലൈഫിൽ വരുന്ന അല്ലെങ്കിൽ റിയൽ വേൾഡ് എക്സാമ്പിൾസ്. എഫക്റ്റീവ് മിക്സിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, റിഡ്യൂസ്ഡ് വേസ്റ്റ്, എൻഹാൻസ്ഡ് സേഫ്റ്റി, കോസ്റ്റ് സേവിങ്സ്. ഇതെല്ലാമാണ് ഒരു എഫക്റ്റീവ് മിക്സിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. മിക്സിംഗ് ഓപ്പറേഷനിൽ വരുന്ന ചലഞ്ചസും അതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻഅഡ്യൂക്കേറ്റ് ആയിട്ടുള്ള മിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഈ ഒരു മിക്സർ ഡിസൈനെയും അതുപോലെ തന്നെ ഓപ്പറേഷനൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ്. ദെൻ ഓവർ മിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിക്സിംഗ് ടൈം കൺട്രോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് മെറ്റീരിയൽ ബിൽഡപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് റെഗുലർ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ആണ്.
ദെൻ നാലാമതായിട്ട് പറയുന്നത് എക്യുപ്മെൻറ്റ് വെയർ ആണ്. അതിൽ നമുക്ക് ചെയ്യാവുന്നത് റീപ്ലേസിങ് വോൺ പാർട്സ്, അപ്ഗ്രേഡിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വരുന്നൊരു സൊല്യൂഷൻ.